ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറിയാണ്. 1980 കാലഘട്ടം. പുഞ്ചപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമം. എങ്ങും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചപ്പാടത്തെ പ്രധാന ആകർഷണം അരയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന ചകിരപ്പുല്ലുകളായിരുന്നു. അവിടെയുള്ള മിക്ക വീടുകളിലും കന്നുകാലികളെ വളർത്തിയിരുന്നു. മുണ്ടും ബ്ലൗസും ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ പുഞ്ചപ്പാടത്തെ മറ്റൊരാകർഷണമായിരുന്നു. മീര പുഞ്ചപ്പാടത്തെ യുവാക്കളുടെ സ്വപ്നറാണി. 35-കാരിയായ മീരയുടെ ഭർത്താവ് വാസു ഒരു പലചരക്ക് കട നടത്തുന്നു. കല്യാണം കഴിഞ്ഞ് 15 വർഷമായിട്ടും കുട്ടികളില്ലാത്തത് അവരുടെ ഒരു തീരാവേദനയാണ്. മുഴുകുടിയനാണ് വാസു. വൈകിട്ട് വീട്ടിൽ 4 കാലിലല്ലാതെ വാസു വരാറില്ല. പതിവ്രതയായ മീരയെ അവിടെയുള്ള സകല ആണുങ്ങളും വീഴ്ത്താൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. 5 അടി 8 ഇഞ്ച് ഉയരവും അത്യാവശ്യം തടിച്ച ശരീരവും പിന്നെ വേണ്ടതെല്ലാം ആവശ്യത്തിലധികമുള്ള ഒരു സുന്ദരി തന്നെയായിരുന്നു മീര. വാസുവിന് ഒരു പെങ്ങളുണ്ട്, ലതിക. കുറച്ചകലെ കെട്ടിച്ചു വിട്ട അവൾക്ക് 3 മക്കളാണ്. ഒരാണും 2 പെണ്ണും. മൂത്ത മകൾ വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ പ്രീ ഡിഗ്രി പഠിക്കുന്നു. ഇവരുടെ ഇടയിലുള്ള ഒരാളുണ്ട്, ലതികയുടെ ഏക മകൻ രാജു. 20 വയസ്സുള്ള രാജു ഇപ്പോൾ പോലീസ് സെലക്ഷൻ കഴിഞ്ഞ് ആദ്യ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുകയാണ്. അതും നമ്മുടെ പുഞ്ചപ്പാടം സ്റ്റേഷനിൽ. ലതികയുടെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് രാജുവിനോട് ലതിക അവളുടെ സഹോദരൻ്റെ വീട്ടിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടു. മക്കളില്ലാത്ത മീരയ്ക്കും വാസുവിനും അത് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ രാജു പുഞ്ചപ്പാടത്തേക്ക് യാത്ര തിരിച്ചു. പണ്ട് മുതൽ തന്നെ രാജുവിന് അവിടേക്ക് ചെല്ലാൻ ഇഷ്ടമല്ലായിരുന്നു. അമ്മയുടെ തറവാടാണെങ്കിലും പലപ്പോഴും രാജു അവിടേക്ക് പോയിരുന്നില്ല. ടൗൺ പോലെയുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്ന അവന് ആ കുഗ്രാമം പണ്ട് മുതലേ ഇഷ്ടമല്ല. അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു വീട് കാണണമെങ്കിൽ 1/2 കിലോമീറ്റർ പോകണം. എവിടെ നോക്കിയാലും ചകിരപ്പുല്ലുകൾ മാത്രം. ഒരു പച്ചപ്പും ഇല്ലാത്ത അവൻ്റെ മനസ്സിന് പുഞ്ചപ്പാടത്തെ പച്ചപ്പ് നിറഞ്ഞ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ല എന്നതാണ് സത്യം. മാമനും മാമിക്കും അവനെ ഭയങ്കര കാര്യമായിരുന്നു. ഏകദേശം 13 വയസ്സിന് ശേഷം അവൻ അവിടേക്ക് ചെന്നിട്ടില്ല. 7 വർഷങ്ങൾക്കിപ്പുറം വേറെ നിവൃത്തിയില്ലാതെ അവൻ പുഞ്ചപ്പാടത്തേക്ക് യാത്ര തിരിച്ചു. രാജുവിൻ്റെ മനസ്സിൽ ആ പഴയ ഇടുങ്ങിയ വീടും പശുത്തൊഴുത്തും എല്ലാം കടന്നുപോയി. ആ ഇടുങ്ങിയ വീട്ടിൽ താമസിക്കുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ അവന് ദേഷ്യം കയറി. അവൻ സ്വയം ശപിച്ചിരുന്നു. പോലീസ് ക്വാർട്ടേഴ്സിനേക്കാൾ നല്ലത് മാമൻ്റെ വീട് തന്നെ ആയിരിക്കും എന്നവൻ സ്വയം സമാധാനിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അവൻ പുഞ്ചപ്പാടത്തെത്തി. മാമൻ്റെ വീട്ടിലേക്കുള്ള പാതയിലൂടെ അവൻ നടന്നു. അരയ്ക്ക് മുകളിൽ പടർന്നു നിൽക്കുന്ന ചകിരപ്പുല്ല് പാതയ്ക്കിരുവശവുമുണ്ട്. ആ വീടിൻ്റെ മുന്നിലെത്തിയ അവൻ അടഞ്ഞു കിടക്കുന്ന വാതിലിൽ മുട്ടി. ആരും വിളി കേൾക്കാതെ ആയപ്പോൾ അവൻ സ്വയം പ്രാഗി വരാന്തയിലേക്ക് നോക്കി നിന്നു. അപ്പോൾ അതാ അവൻ്റെ കണ്ണിന് കുളിർമ അണിയിച്ചുകൊണ്ട് കള്ളിമുണ്ടും കറുത്ത ബ്ലൗസും ഇട്ട് ആ പൊക്കൽ ചുഴിയും കാണിച്ച് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പുല്ലുകൾക്കിടയിലൂടെ അവൻ്റെ മാമി മീര കടന്നു വരുന്നു. ഒരു നിമിഷം സ്തംഭിച്ചു നോക്കി നിന്നുപോയി രാജു. അവൻ പ്രായമറിയിച്ചതിൽ പിന്നെ തൻ്റെ മാമിയെ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അവൻ ആ മാദകത്തിടമ്പിനെ നോക്കി നിന്നു. അവൾ അടുത്തെത്തിയതുപോലും അവൻ അറിഞ്ഞില്ല. എന്താടാ രാജു നീ ആലോചിക്കുന്നത്? ആ ശബ്ദമായിരുന്നു അവനെ ഉണർത്തിയത്. ഹേയ്, ഒന്നുമില്ല മാമി. നീയങ്ങ് വലുതായി, മീശയൊക്കെ വളർന്നല്ലോ. എത്ര വർഷമായി നിന്നെ കണ്ടിട്ട്? 7 വർഷമായി കാണും. ഓ, അതെങ്ങനെയാ? നിനക്കിവിടേക്ക് വരാൻ ഇഷ്ടമല്ലല്ലോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അത് പോട്ടെ, നീ എന്താ ഇത്ര വൈകിയത്? ഞാൻ വിചാരിച്ചു നീ 1:30 ബസ്സിനെത്തുമെന്ന്. അത് കിട്ടിയില്ല മാമി. വാ, ഭക്ഷണം കഴിക്കാം. ഞാൻ ബസ് കിട്ടാതെ ആയപ്പോൾ പുറത്തുനിന്നും കഴിച്ചു. കണ്ടോ, ഞാൻ പിന്നെ ആർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത്? അത് അത്താഴത്തിന് കഴിക്കാം മാമി. എവിടെയാ എൻ്റെ റൂം? ഇങ്ങ് വാ.
മീര അവൻ്റെ ബാഗ് എടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പിറകെ രാജുവും. അവളുടെ ആ ഇളകി ആടുന്ന നടത്തം നോക്കി രാജു നടന്നു. പഴയ തറവാട് വീടായിരുന്നു അത്. താഴെ 3 റൂമും മുകളിൽ തട്ടുംപുറവുമുള്ള പഴയ വീട്. മീരയുടെ റൂമിന് ചേർന്നുള്ള വലിയൊരു റൂമുണ്ട്. അവിടെയായിരുന്നു രാജുവിന് താമസമൊരുക്കിയത്. ഇതാ ഇവിടെ ആ റൂം. ഇത് പണ്ട് മാമനും മാമിയും കിടന്നിരുന്ന റൂമല്ലേ? ഓ, അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ? കഴിഞ്ഞ ആഴ്ച വരെ ഇത് തന്നെയായിരുന്നു നമ്മുടെ റൂം. നീ വരുന്നത് കൊണ്ട് മാറിയതാണ്. അതെന്താ? നിനക്ക് കുറച്ച് സൗകര്യമുള്ള റൂം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ റൂമിൽ നിന്നും പുറത്തെ ബാത്റൂമിലേക്ക് വാതിലുണ്ടല്ലോ. പഴയ കാലം ആയതുകൊണ്ട് ഇന്നത്തെ പോലെ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും ഇല്ലായിരുന്നു. അടുക്കള വശത്തുകൂടെ കോമൺ ആയിട്ടുള്ള കക്കൂസും കുളിമുറിയും. വാസുവിൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ചായിരുന്നു ആ റൂമിൽ നിന്നും കുളിമുറിയിലേക്ക് വാതിലുണ്ടാക്കിയത്. വേറെ ഒരാൾ കുളിക്കുമ്പോൾ റൂമിൽ നിന്നുമുള്ള ഡോർ കുളിമുറിയിൽ നിന്നും കുറ്റിയിടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ മുറിയിൽ കിടക്കുമായിരുന്നല്ലോ മാമി. അത് സാരമില്ല, നിനക്കൊരു അസൗകര്യവും ഉണ്ടാവരുത്. എനിക്ക് നല്ല ക്ഷീണം, ഞാനൊന്ന് കുളിക്കട്ടെ. ശരി, എന്നാൽ ഞാൻ പുല്ല് വെട്ടിയിട്ടേക്കുന്ന ഇടത്തു നിന്നും വന്നതാണ് ഞാൻ. എന്നാൽ അത് തീർത്തും വരാം, എന്നിട്ടാവാം ബാക്കി വിശേഷം. ഇപ്പോൾ നീ വിശ്രമിക്കുക. ശരി മാമി. മീര പോയപ്പോൾ തന്നെ അവൻ വാതിൽ കുറ്റിയിട്ടു. അവൻ ആലോചിച്ചു, എൻ്റെ മാമി തന്നെയാണോ ഇത്? പണ്ടിത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ എല്ലാം തടിച്ചു കൊഴുത്തു. രാജുവിന് ആദ്യമായി അവൻ്റെ മാമിയോട് വേറെ രീതിയിൽ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. മീരയുടെ കൊഴുത്ത് തടിച്ച ശരീരവും കാമം കത്തുന്ന കണ്ണുകളും എല്ലാം അവനിലൊരു ഉണർവുണ്ടാക്കി. അവൻ തൻ്റെ മാമിയുടെ കൊഴുത്ത ശരീരം മനസ്സിൽ ആലോചിച്ച് നിന്നു. ഇതുവരെ ഒരു പെണ്ണിൻ്റെ ചൂടുപോലും അറിയാത്ത രാജു അവൻ്റെ മാമിയെ മനസ്സിലോർത്ത് മണികണ്ഠസ്വാമിക്ക് നേർച്ച അർപ്പിച്ചു. യാത്രയുടെ ക്ഷീണത്തിൽ അവൻ റൂമിലെ തലയണ തൻ്റെ മാമിയാണെന്ന് കരുതി കെട്ടിപ്പിടിച്ചു കിടന്നു. ഉറക്കം ഉണരുമ്പോൾ ഏകെ വൈകിയിരുന്നു. സമയം 6:30 കഴിഞ്ഞിരുന്നു. അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ആകാശം ഇരുട്ടിലേക്ക് കടക്കുന്നു. വരാന്തയിൽ കൊളുത്തിവെച്ച വിളക്ക് നോക്കി അവനൊന്ന് തൊഴുതു. അടുക്കളയിലേക്ക് നടന്ന അവൻ വീണ്ടും ആ മനോഹര കാഴ്ച കണ്ട് ഞെട്ടി. അടുക്കളയിലെ തറയിൽ കുനിഞ്ഞിരുന്ന് മഞ്ഞൾ പൊടിക്കുന്ന മീര. നേരത്തെ കണ്ട ഡ്രസ്സല്ല. കുളിച്ച് ചുവന്ന ബ്ലൗസും കള്ളിമുണ്ടും ഉടുത്താണ് ഇരിപ്പ്. പണ്ടത്തെ കാലത്ത് ബ്ലൗസും മുണ്ടും ഉടുത്ത് സ്ത്രീകൾ ഇരിക്കുമ്പോൾ കാണുന്ന നയനസുഖം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. കൊഴുത്ത ശരീരമുള്ള മീരമാമി രാജുവിൻ്റെ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അവനെ കണ്ട മീര തലപൊക്കി അവനെ നോക്കി. നീ എഴുന്നേറ്റോ? ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ചായ ഉണ്ടാക്കി തരാം. ഇത് കഴിഞ്ഞിട്ട് മതി മാമി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവിടെ ഇരുന്നു. മുതലെടുപ്പ് തന്നെ ലക്ഷ്യം. ഞാൻ വരുമ്പോൾ നീ നല്ല ഉറക്കമായിരുന്നു. വെറുതെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി അതാ വിളിക്കാതിരുന്നത്. ആണോ? മാമൻ എപ്പോഴാ വരിക? അങ്ങേര് വരാൻ 9 മണി കഴിയും. ആണോ? നിനക്കെപ്പോഴാ ജോയിൻ ചെയ്യേണ്ടത്? നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഇവിടെ നിന്നും കുറേ ദൂരമുണ്ടോ? ഒരു 6 കിലോമീറ്റർ കാണും. ആണോ? അതേടാ. പിന്നെ എന്തൊക്കെയാ വിശേഷം വീട്ടിൽ? നല്ലത് തന്നെ, എല്ലാവരും സുഖമായിരിക്കുന്നു. മീര എഴുന്നേറ്റ് അവന് ചായ തിളപ്പിക്കാൻ തുടങ്ങി. ഈ സമയം രാജു മാമിയുടെ വിടർന്ന് വലിയ പിൻഭാഗം നോക്കി വെള്ളമിറക്കി. അവൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ പോയി നിന്നു. നീ ആകെ മാറിപ്പോയി. മുമ്പ് ഇവിടെ വന്നാൽ എൻ്റെ അടുത്തേക്ക് കൂടെ വരില്ല. അത് ചെറുപ്പത്തിലല്ലേ. ഇപ്പോൾ നീ വലുതായോ? പിന്നില്ലാതെ. എത്ര വലുതായാലും നീ ഞങ്ങൾക്ക് കുട്ടി തന്നെയല്ലേ. ഇനിയിപ്പോൾ മക്കളില്ലാത്ത ഞങ്ങൾക്ക് ഒരു മകൻ തന്നെ. അവളുടെ ആ സംസാരം അവനെ വിഷമത്തിലാക്കി. മീരയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി അവൻ പുറത്തേക്ക് നടന്നു. വരാന്തയിൽ ചായ കുടിച്ചുകൊണ്ട് അവൻ ആലോചിച്ചു, ഞാൻ എന്ത് വൃത്തികെട്ടവനാണ്. മകനെ പോലെ എന്നെ കാണുന്ന മാമിയെ. അവന് ചെറിയ കുറ്റബോധം തോന്നി.
പിന്നെ അവൻ മാമിയുടെ അടുത്തേക്ക് അങ്ങനെ പോയില്ല. രാത്രി മാമൻ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് അവർ ഭക്ഷണം കഴിച്ചു. റൂമിലെത്തിക്കിടന്ന് അവന് ഉറക്കം വന്നില്ല. കുറച്ച് നേരത്തെ ഉറങ്ങിയതുകൊണ്ടാവാം അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അപ്പോഴാണ് അടുത്ത മുറിയിൽ നിന്നും മാമൻ്റെയും മാമിയുടെയും അടക്കിയുള്ള സംസാരം അവൻ കേട്ടത്. അവൻ എഴുന്നേറ്റ് ആ ചുമരിനോട് ചേർന്ന് കാതുകൾ വെച്ചു. എൻ്റെ മനുഷ്യ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. എൻ്റെ മീര, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. വയസ്സായില്ലേ? ഓ, ഈ 40 വയസ്സ്? അല്ലെങ്കിൽ തന്നെ നല്ല പ്രായത്തിൽ നിങ്ങൾ വലിയ മലമറിച്ചേക്കുമല്ലേ? എനിക്ക് പറ്റുന്നില്ലടി, അതല്ലേ. നിങ്ങളോട് എത്ര കാലമായി ഞാൻ വേറെ ഒരു കാര്യം പറയുന്നു. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് അറപ്പാണ്. മര്യാദയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ കുട്ടി ഉണ്ടാവുക. എൻ്റെ ഒരു തലവിധി. ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോടി. ഇങ്ങനെ ശ്രമിച്ചാൽ കുറേ ആവും. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പണ്ടേ വേറെ ആർക്കെങ്കിലും കാലകത്തി കൊടുത്തേനെ. എനിക്കിത്രേ ആവുള്ളൂ. നിൻ്റെ സന്തോഷമാണ് എൻ്റെയും. നിനക്ക് തൃപ്തിയാവാൻ വേറൊരാളെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ്. നിങ്ങളൊരു ഭർത്താവാണോ സ്വന്തം ഭാര്യയോട് വേറൊരാളുമായി കിടക്ക പങ്കിടാൻ പറയാൻ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട, അങ്ങോട്ട് മാറിക്കിടക്ക്. പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല. അതുകൊണ്ട് രാജു അവൻ്റെ കിടക്കയിൽ വന്ന് കിടന്നു. അപ്പോൾ അതാണ് കാര്യം. മാമൻ ഇതിനോട് വലിയ താല്പര്യമില്ല. മാമിക്കാണെങ്കിൽ നല്ല താല്പര്യവും ഉണ്ട്. ഭാര്യയുടെ സന്തോഷത്തിന് അവൾക്ക് തൃപ്തിയാകുന്ന ഒരാളോട് ചെയ്യുന്നതിൽ മാമൻ എതിർപ്പില്ല. പക്ഷേ കുടുംബത്തിൽ പിറന്ന മാമിക്ക് അത് പറ്റില്ല. അവൻ്റെ മനസ്സിൽ കുറച്ചു നേരത്തെ കെട്ടഴിഞ്ഞു പോയ ആഗ്രഹം വീണ്ടും ഉണർന്നു. എങ്ങനെയെങ്കിലും മാമിയെ ഒരു വട്ടം കളിക്കാൻ കിട്ടിയാൽ പിന്നെ എന്നും തനിക്ക് കിടന്നു തരും. ഇതുവരെ സുഖം എന്താണെന്നറിയാത്ത മാമിയെ എങ്ങനെയെങ്കിലും സുഖിപ്പിച്ചാൽ പിന്നെ ഈ റൂമിൽ എന്നും എനിക്ക് മാമിയെ കിട്ടും. മാമന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് മാമി എന്നും എൻ്റെ ഭാര്യയെപ്പോലെ എനിക്ക് സുഖിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും പതിവ്രതയായ മാമിയെ എങ്ങനെ വളയ്ക്കാൻ പറ്റും? രാജു അതിൻ്റെ വഴികൾ ആലോചിച്ച് പതിയെ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേ ദിവസം രാജു ജോലിയിൽ പ്രവേശിച്ചു. രാത്രിയിലും പകലുമായി അവൻ്റെ ജോലി മാറി മാറി വന്നു. പിന്നീട് പലപ്പോഴും മാമനും മാമിയും തമ്മിലുള്ള സംസാരം രാജു കേട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. അവൻ്റെ മനസ്സിൽ മാമിയോടുള്ള കാമം കൂടിക്കൂടി വന്നു. അവൻ മാമിയോട് കൂടുതൽ അടുത്തു. പക്ഷെ ധൈര്യത്തോടെ അവളെ സമീപിക്കാൻ അവന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം രാജുവിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. മാമൻ രാവിലെ 7 കടയിലേക്ക് പോകും. രാജു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് 8:30 വീട്ടിലെത്തും. അന്ന് പതിവില്ലാതെ അവൻ 7:30 വീട്ടിലെത്തി. വീട്ടിലേക്കെത്തിയ അവൻ വീടടച്ചു കണ്ടിട്ട് മാമിയെ വിളിച്ചു. ആരും വിളി കേട്ടില്ല. വാതിൽ തട്ടാൻ ശ്രമിച്ച അവൻ വാതിൽ കുറ്റിയിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി തുറന്നകത്തേക്ക് കയറി. റൂമിൽ കയറി തോർത്തും ചുറ്റി അവൻ നിന്നു. വന്ന പാടെ കുളിച്ച് ചായ കുടിച്ച് ഉറങ്ങുന്നതാണ് പതിവ്. അവൻ ആലോചിച്ചു, ഈ മാമി രാവിലെ തന്നെ എവിടെ പോയി? ഇനി പുല്ല് ചെത്താൻ എങ്ങാനും പോയതായിരിക്കുമോ? അവൻ റൂമിൽ നിന്നും ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ടവൻ ഞെട്ടി. റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നു മീര കുളിക്കുന്നു. ആ മാദക കാഴ്ച കണ്ട് ഞെട്ടി അവൻ നിന്നു. ഇരുനിറത്തിലുള്ള ശരീരമായിരുന്നു മീരയുടേത്. അവൻ ആദ്യമായി ഒരു സ്ത്രീ കുളിമുറിയിൽ കുളിക്കുന്നത് കണ്ടു. ആ മനോഹര കാഴ്ച കണ്ട് അവൻ നോക്കി നിന്നു. പെട്ടെന്നുള്ള ശബ്ദം കേട്ട് ഞെട്ടിയ മീര തന്നെ നോക്കി നിൽക്കുന്ന രാജുവിനെ കണ്ട് അയയിലുള്ള മുണ്ടെടുത്ത് ശരീരത്തിൽ ചുറ്റി. ഷോക്കടിച്ച പോലെ നിൽക്കുന്ന രാജു പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത് പുറത്തേക്ക് നടന്നു. തൻ്റെ കട്ടിലിരുന്നു. അവൻ ആകെ തരിച്ച് നിൽക്കുകയായിരുന്നു. കുളിച്ചു കഴിഞ്ഞ് മുണ്ടും ബ്ലൗസും ധരിച്ച് മീര അവൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. നീ എന്താ ഇന്ന് നേരത്തെ? ഇന്നു മുതൽ എനിക്ക് 7 മണി വരെയാണ് ഡ്യൂട്ടി. ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കതക് കുറ്റിയിടാഞ്ഞത്. അത് സാരമില്ല. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ചായ എടുത്ത് വയ്ക്കാം. അതും പറഞ്ഞ് മീര പുറത്തേക്ക് പോയി. ചെറിയ ചമ്മലോടെയായിരുന്നു അവൾ പറഞ്ഞത്. കണ്ട കാഴ്ചയുടെ കുളിർമ കളയാതെ രാജു ബാത്റൂമിലേക്ക് നടന്നു. അവൻ്റെ മനസ്സിൽ മുഴുവൻ മാമിയായിരുന്നു. ഒരുപാട് നാളായി ആഗ്രഹിച്ച കാര്യം
ഇന്ന് അവൻ കണ്ടു. കഴിഞ്ഞ കുറേ നാളുകളായി തൻ്റെ ഉറക്കം കെടുത്തിയ മാതകത്തിടമ്പിനെ അവൻ പിറന്ന പടി കണ്ടിരിക്കുന്നു. അടക്കാനാവാത്ത വികാരം അവനിൽ അണപൊട്ടിയൊഴുകി. മീര അമ്മായിയുടെ മാതക സൗന്ദര്യം അവൻ്റെ മനസ്സിൽ കുളിർമഴ കൊള്ളിച്ചു. കുളി കഴിഞ്ഞ് ഒരു കൈലി ഉടുത്ത് രാജു രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ നടന്നു. തീന്മേശയിൽ ഭക്ഷണം എടുത്തു വയ്ക്കുന്ന മീരയെ നോക്കിക്കൊണ്ട് അവൻ അവിടെ ചെന്നിരുന്നു. ഒരന്യ പുരുഷൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതിൻ്റെ ചമ്മലടക്കി അവൾ അവന് ഭക്ഷണം വിളമ്പി. ഈ സമയങ്ങളിൽ രാജു തൻ്റെ മാമിയെ തന്നെ നോക്കി നിന്നു. അവൻ്റെ അടുത്ത് നിന്ന് വിളമ്പുന്ന അവളുടെ മണം അവനെ കുളിരണിയിച്ചു. മീര അവൻ്റെ മുഖത്തിന് സമാനമായി നിന്നു. വികാരത്തിൻ്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന രാജു യാദൃശ്ചികമായി തൻ്റെ 2 കൈകളും അവളുടെ പിന്നിൽ പിടിച്ച് അവനിലേക്ക് അമർത്തി. അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്ന മീരയെ അവൻ ശ്രദ്ധിച്ചില്ല. മനസ്സിൽ മുഴുവൻ കാമം കയറി അവൻ ആർത്തിയോടെ മീരയുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. സർവശക്തിയും എടുത്ത് മീര രാജുവിനെ തള്ളി മാറ്റി. കസേര പിറകിലേക്ക് മറിഞ്ഞു ദാ കിടക്കുന്നു അവൻ താഴെ. പിറകിലേക്ക് തലയടിച്ചു വീണ രാജു വേദന കൊണ്ട് പുളഞ്ഞു. കിതച്ചുകൊണ്ട് മീര അവനെ നോക്കി. പുളയുന്ന കണ്ട അവൻ്റെ അടുത്തേക്ക് പോയി കുനിഞ്ഞിരുന്നു മീര. നീ എന്തായി കാണിച്ചത്? മാമി, എനിക്ക് മാമിയെ വേണം. മാമി എനിക്കിഷ്ടമാണ്. നിനക്ക് നാണമില്ലേ? മാമി ആഗ്രഹിക്കുന്നില്ല ഒരാണിൻ്റെ ചൂടിന്? എനിക്ക് ചൂട് തരാൻ എൻ്റെ ഭർത്താവുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ കേൾക്കുന്നുണ്ട് ഭർത്താവിൻ്റെ കാര്യങ്ങൾ. പ്ലീസ് മാമി, ആരും അറിയില്ല. ഇല്ല, എനിക്ക് പറ്റില്ല. നീ എനിക്കെൻ്റെ മകനെ പോലെയാണ്. മകനല്ലല്ലോ. അതും പറഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്ന മീരയെ തന്നിലേക്ക് വലിച്ചിട്ട് അവൻ ആ മുഖത്ത് തുരുതുരെ ഉമ്മകൾ കൊണ്ട് മൂടി. മീര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ പിടിയിൽ നിന്നും സാധിച്ചില്ല. പരമാവധി എതിർത്ത് നിന്ന് അവൾ പെട്ടെന്ന് ശക്തിയിൽ കുതറിയപ്പോൾ അവൻ്റെ പിടിയിൽ നിന്നും അടർന്നു മാറി. പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ച അവൾ കസേരയിൽ കാൽ തട്ടി നിലത്തേക്ക് പതിച്ചു. അവളുടെ മുട്ടിന് മുകളിലേക്ക് കയറി അവൾ കമിഴ്ന്നടിച്ച് വീണു. പിറകെ എഴുന്നേറ്റ് വന്ന രാജു അവളുടെ തടിച്ച തുടകൾ കണ്ട് വെള്ളമിറക്കി. മലർന്നു കിടന്ന മീര തന്നെ കാമത്തോടെ നോക്കി വെള്ളമിറക്കുന്ന രാജുവിനെ കണ്ട് എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമം നടത്തിയതും രാജു അവളിലേക്ക് ചാടി വീണു. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇടുന്നത്. അപ്പം ഇത്രയും ഭാഗം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി നമ്മുടെ ടെലഗ്രാം ചാനലിൽ വന്ന് കേൾക്കണം. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം ഇവിടെ കമൻ്റായിട്ട് പറയണം കേട്ടോ. വിത്ത് ലവ്, അലീന.